നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ജില്ലകളെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യേക PSC ചോദ്യോത്തര സീരീസിലെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപത്തെ എപ്പിസോഡുകളിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചുകഴിഞ്ഞു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നും കുന്നുകളുടെയും അണക്കെട്ടുകളുടെയും സുന്ദരഭൂമിയുമായ ഇടുക്കി ജില്ലയെക്കുറിച്ചാണ്. PSC, SSC തുടങ്ങിയ പരീക്ഷകളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം പതിവ് പോലെ 50ാമത്തെ ചോദ്യം നിങ്ങൾക്കുത്തരം പറയാനായുള്ളതാണ്. അതിന്റെ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വൈകാതെ തന്നെ ഇടുക്കി ജില്ലയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. ഇടുക്കി ജില്ല നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1972 ജനുവരി 26. കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇടുക്കി ജില്ല രൂപീകരിച്ചത്. 2. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം പൈനാവ്. കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റി പോലുമില്ലാത്ത ഏക ജില്ലാ ആസ്ഥാനം പൈനാവാണ്. 3. കേരളത്തിൽ വിസ്തൃതിയിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ഏകദേശം 4358 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇടുക്കിയാണ് വിസ്തൃതിയിൽ ഏറ്റവും വലിയ ജില്ല. 4. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. കേരളത്തിൽ വനമേഖല ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയിലാണ്. 5. ദക്ഷിണേന്ത്യയിലെയും ആനമുടിയിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ഉത്തരം ആനമുടി. സമുദ്രനിരപ്പിൽ നിന്ന് 2695 മീറ്റർ ഉയരമുള്ള ആനമുടി ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമായ ഇടുക്കി ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം പെരിയാർ. കുറവൻ കുറത്തി എന്നു പേരുള്ള 2 കൂറ്റൻ മലനിരകളെ ബന്ധിപ്പിച്ചാണ് ഈ കാനഡ സഹായത്തോടെയുള്ള ഡാം നിർമ്മിച്ചിരിക്കുന്നത്. 7. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം ഏതാണ്? ഉത്തരം 1976 ഫെബ്രുവരി 12. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചത്. 8. ഇടുക്കി ആർച്ച് ഡാമിന്റെ ഭൂഗർഭ പവർ ഹൌസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മൂലാമറ്റം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലാമറ്റത്തുള്ളത്. 9. തെക്കേ ഇന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം മൂന്നാർ. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ 3 നദികളുടെ സംഗമസ്ഥാനമായതിനാലാണ് ഈ പ്രദേശത്തിന് മൂന്നാർ എന്ന് പേരുവന്നത്. 10. നീലക്കുറിഞ്ഞി വസന്തത്തിന് പേരുകേട്ട ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം ദേശീയ ഉദ്യാനം. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികളും വംശനാശഭീഷണി നേരിടുന്ന വരയാടുകളും ഇരവികുളത്തിന്റെ പ്രധാന ആകർഷണമാണ്. 11. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം ദേശീയ ഉദ്യാനം. 1978 ഇരവികുളത്തെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. 12. വരയാടുകളുടെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരയാടുകൾ നിൽഗിരി തഹർ വസിക്കുന്ന പ്രദേശം കൂടിയാണിത്. 13. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം, തേക്കടി. 1950 നിലവിൽ വന്ന പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ കടുവ സങ്കേതം കൂടിയാണ്. 1978. 14. തേക്കടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉത്തരം പീരുമേട്. 15. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 780 മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള പദ്ധതിയാണിത്. 16. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച വർഷം ഏതാണ്? ഉത്തരം 1895. ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോൺ പെന്നിക്വിക്കാണ് പെരിയാറിന് കുറുകെ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത്. 17. മുല്ലപ്പെരിയാർ കരാർ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം വിശാഖം തിരുനാൾ രാമവർമ്മ. 1886. തിരുവിതാംകൂറും മദ്രാസ് പ്രസിഡൻസിയും തമ്മിലാണ് 999 വർഷത്തേക്കുള്ള ഈ കരാർ ഒപ്പുവെച്ചത്. 18. പ്രശസ്തമായ മംഗളാദേവി ക്ഷേത്രം, കണ്ണകി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെവിടെയാണ്? ഉത്തരം പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ, തേക്കടി. ചിത്രാ പൗർണമി നാളിൽ മാത്രമാണ് ഭക്തർക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളത്. 19. കേരളത്തിലെ ഒരേയൊരു ഗോത്രവർഗ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഇടമലക്കുടി. മുതുവാൻ സമുദായക്കാർ ജീവിക്കുന്ന ഇടമലക്കുടി ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 20.
ചന്ദനക്കാടുകൾക്ക് പ്രശസ്തമായ ഇടുക്കിയിലെ സ്ഥലം ഏതാണ്? ഉത്തരം മറയൂർ. സ്വാഭാവിക ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഒരേയൊരു പ്രദേശമാണ് മറയൂർ. 21. പുരാതന കാലത്തെ ശിലായുഗ അവശേഷിപ്പുകളായ മുനിയറകൾ, ഡോൾമെൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മറയൂർ. 22. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. 23. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറവുള്ള രണ്ടാമത്തെ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. വയനാടാണ് ഒന്നാമത്. 24. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ കുറവുള്ള ജില്ലകളിൽ ഒന്ന് ഏതാണ്? ഉത്തരം ഇടുക്കി. വയനാട് കഴിഞ്ഞാൽ കുറവ് പഞ്ചായത്തുകൾ ഇടുക്കിയിലാണ്, 52 പഞ്ചായത്തുകൾ. 25. മാട്ടുപ്പെട്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് പ്രദേശത്താണ്? ഉത്തരം മൂന്നാർ. ഇന്തോ-സ്വിസ് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള ഡയറി ഫാമും മാട്ടുപ്പെട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 26. കേരളത്തിലെ ആദ്യത്തെ വില്ലേജ് ടൂറിസം പദ്ധതി ആരംഭിച്ച ഇടുക്കിയിലെ സ്ഥലം ഏതാണ്? ഉത്തരം കുമളി. 27. പ്രശസ്തമായ രാമക്കൽമേട് ഏത് വിനോദസഞ്ചാരത്തിനും ഊർജ്ജ പദ്ധതിക്കുമാണ് പേരുകേട്ടത്? ഉത്തരം വിൻഡ്മിൽ, കാറ്റാടിയന്ത്രപ്പാടം. ഏഷ്യയിൽ തന്നെ കാറ്റിന് ഏറ്റവും വേഗതയുള്ള പ്രദേശങ്ങളിലൊന്നാണ് രാമക്കൽമേട്. 28. രാമക്കൽമേടിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കൂറ്റൻ ശില്പം ഏതാണ്? ഉത്തരം കുറവൻ കുറത്തി ശില്പം. സി.ബി. ജിനൻ എന്ന ശില്പിയാണ് ഈ കൂറ്റൻ ശില്പം നിർമ്മിച്ചത്. 29. ചെറുതോണി അണക്കെട്ട് ഏതു തരം അണക്കെട്ടാണ്? ഉത്തരം കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം. കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം. ഇടുക്കി പദ്ധതിയിലെ 3 അണക്കെട്ടുകളിൽ ഒന്നാണിത്. ഇടുക്കി ആർച്ച് ഡാം, ചെറുതോണി, കുളമാവ്. 30. പ്രശസ്തമായ തൊടുപുഴ നദി പതിക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം വേമ്പനാട്ട് കായലിൽ, മൂവാറ്റുപുഴയാറിന്റെ ശാഖയായി. 31. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. മൂന്നാർ, പീരുമേട് മേഖലകൾ തേയിലത്തോട്ടങ്ങൾക്ക് പ്രശസ്തമാണ്. 32. കേരളത്തിൽ ഏലം, ഏലക്കായ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള കാർഡമോം ഹിൽസ് ഇടുക്കിയിലാണ്. 33. പ്രശസ്തമായ കൽവാരി മൗണ്ട് വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഇടുക്കി കട്ടപ്പന ചെറുതോണി പാതയിൽ. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് കാണാം. 34. പ്രശസ്തമായ പാമ്പാടുംചോല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലെ ഏത് താലൂക്കിലാണ്? ഉത്തരം ദേവികുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് പാമ്പാടുംചോല. 35. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം സൈലന്റ് വാലി പാലക്കാടാണെങ്കിൽ ഇടുക്കിയിലെ ആനമുടിച്ചോലയും മതികെട്ടാൻ ചോലയും പ്രശസ്തമായ ദേശീയ ഉദ്യാനങ്ങളാണ്. 36. സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് റീജിയണൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കിയിലെ സ്ഥലം ഏതാണ്? ഉത്തരം മയിലാടുംപാറ. 37. ഇടുക്കി ജില്ലയിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 5 താലൂക്കുകൾ. ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, പീരുമേട്, ഇടുക്കി എന്നിവയാണവ. 38. കടൽത്തീരമില്ലാത്ത ലാൻഡ്ലോക്ഡ് കേരളത്തിലെ ജില്ലകളിൽ ഒന്ന് ഏതാണ്? ഉത്തരം ഇടുക്കി. വയനാട്, പാലക്കാട്, കോട്ടയം, പത്തനംതിട്ട എന്നിവയോടൊപ്പം കടൽത്തീരമില്ലാത്ത ജില്ലയാണ് ഇടുക്കി. 39. ഇടുക്കി ജില്ലയിലെ ഒരേയൊരു മുനിസിപ്പാലിറ്റി ഏതാണ്? ഉത്തരം തൊടുപുഴ. ഇടുക്കി ജില്ലയിലുള്ള ഒരേയൊരു നഗരസഭ തൊടുപുഴയാണ്. 40. ഹൈറേഞ്ച് സംരക്ഷണം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച ബ്രിട്ടീഷ് കമ്പനിയായ KDHP ആസ്ഥാനം എവിടെയാണ്? ഉത്തരം മൂന്നാർ, കന്നൻ ഡെവൻ ഹിൽസ് പ്ലാന്റേഷൻ. 41. ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നീ സ്ഥലങ്ങൾ ഏത് കൃഷിക്കാണ് പേരുകേട്ടത്? ഉത്തരം ഏലം ആൻഡ് തേയില കൃഷി. 42. ഇടുക്കി ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന അയൽ സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. കോയമ്പത്തൂർ, തിരുപ്പൂർ, തേനി, ദിണ്ടിഗൽ, വിരുദുനഗർ, തെങ്കാശി തുടങ്ങിയ തമിഴ്നാട് ജില്ലകളുമായി ഇടുക്കി അതിർത്തി പങ്കിടുന്നു. 43. ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ അപൂർവ ജീവി ഏതാണ്? ഉത്തരം ചാമ്പൽ അണ്ണാൻ, ഗ്രിസൽഡ് ജയന്റ് സ്ക്വിറൽ. കേരളത്തിൽ ചാമ്പൽ അണ്ണാനുകളെ കാണപ്പെടുന്ന ഒരേയൊരു വന്യജീവി സങ്കേതമാണ് ചിന്നാർ. 44. കേരളത്തിലെ ഒരേയൊരു അമർനാഥ് എന്നറിയപ്പെടുന്ന ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം രാമക്കൽമേടിന് സമീപമുള്ള ഗുഹകൾ. 45. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അവാർഡ് നേടിയ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഉത്തരം പേപ്പാറ. തിരുവനന്തപുരത്താണെങ്കിൽ
തേക്കടി പെരിയാർ ടൈഗർ റിസർവ് ഇക്കോ ടൂറിസത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 46. തൊടുപുഴയാർ ഏത് നദിയുടെ പ്രധാന പോഷകനദിയാണ്? ഉത്തരം മൂവാറ്റുപുഴയാർ. 47. തടയണയായ കുളമാവ് ഡാം ഇടുക്കി പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം പന്നിയാർ നദിയിൽ, ഇടുക്കി. 48. കാഞ്ചിയാർ ഏത് അണക്കെട്ടിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇടുക്കി ജലാശയത്തിന് സമീപം, കട്ടപ്പന താലൂക്ക്. 49. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകളിൽ ഒന്നായ ശെന്തുരുണി കൊല്ലത്താണെങ്കിൽ സെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മുതിരപ്പുഴയാറ്റിൽ, ഇടുക്കി. 50. 50-ാമത്തെ ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ളതാണ്. ചോദ്യം: ഇടുക്കി ജില്ലയിലെ ഏറ്റവും പഴയ ഡാമുകളിൽ ഒന്നായ മാട്ടുപ്പെട്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം കൃത്യമായി അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഇടുക്കി ജില്ലയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 PSC ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 50-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി എല്ലാവരും കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ കേരള ഡിസ്ട്രിക്ട് സീരീസിലെ അടുത്ത 7-ാമത്തെ എപ്പിസോഡിൽ പുതിയൊരു ജില്ലയുടെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. തുടർന്നും നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ഐക്കൺ അമർത്തുക. നന്ദി.